ഓക്കെ പറയും. ആരൊക്കെയുണ്ട് പറയും. ആരൊക്കെയുള്ള ബാക്കിൽ ആരാളെ പിന്നെ ആരല്ലേ പിന്നെ 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 ഹലോ അരീക്കോട് ഇറങ്ങണ്ടേ നല്ലുണ്ട് പാപ്പിണ്ട് മൈജിയിലോട് വന്നാൽ മതി മമതന്റെ അവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് നമുക്ക് മൈജിയിലുള്ള വീഡിയോ കാണാം. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലല്ലു പറഞ്ഞ മാതിരി നമ്മളിന്ന് മൈജിയിലേക്ക് പോകാൻ കേട്ടോ, ഒരു ഫ്രിഡ്ജ് എടുക്കാൻ. മൈജിയിൽ നിന്നുള്ള വീഡിയോ കാണാൻ പറയും. ഹലോ എന്ത് പറയാനാ? വെള്ളച്ചാട്ടല്ല പിന്നെ വെള്ളച്ചാട്ടത്തിൽ പോണേ അടീക്കോടുക്കോ അടീക്കോട് പോവാണ് പറയുന്നത്. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മൈജിയിലേക്കാണ് കേട്ടോ പോക്ക്. ഒരു ഫ്രിഡ്ജ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഓൺ ഓഫറൊക്കെ അല്ലേ. ലാലുട്ടൻ്റെ ആൻറ്റീൻ്റെ വീട്ടിൽ കുടിരിക്കലുണ്ട് കേട്ടോ. കുടിരിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് അറിയില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പല പല പേരുകളാണ് പറയുന്നത്. ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. കുടിരിക്കൽ എന്ന് ചിലരോട് പറയും, പിന്നെ പാല് കാച്ചൽ എന്ന് പറയും, പിന്നെ വീട്ടിൽ കയറി കൂടൽ എന്ന് പറയും. അങ്ങനെ പല പല പേരുകളുണ്ട് പല നാട്ടിലും. ഞങ്ങളുടെ നാട്ടിൽ കുടിരിക്കൽ എന്നാണ് കേട്ടോ പറയൽ. അങ്ങനെ അതിന് വേണ്ടിയാണ് നമ്മൾ മൈജിയിലേക്ക് പോയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ ഗൈസ്, നമ്മൾ മൈജിയിൽ എത്തിയിട്ടുണ്ട്. ഓണായതുകൊണ്ട് തന്നെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ മൈജിയിൽ. അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. ഓണായതുകൊണ്ട് തന്നെ മൈജി അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു എന്താ വെച്ചാൽ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഓരോരോ ഓഫേഴ്സും പിന്നെ ഓഫേഴ്സ് ചെയ്ത് സ്റ്റിക്കേഴ്സും എല്ലാം അവിടെയും ഇവിടെയൊക്കെ ഓരോരോ സ്ഥലത്ത് അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് തന്നെ വരാൻ വേറൊരു കാരണമുണ്ട്. ലല്ലുൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അറിയുന്ന വേണ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. ഇതാട്ടോ ഈ നടന്ന് വരുന്ന കേട്ടോ നമ്മുടെ ലല്ലുൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്. എവിടെ? സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, ഫാന്, ഗ്യാസ് സ്റ്റവ്, അങ്ങനെ പല സാധനങ്ങളും സെക്കൻഡ് ഫ്ലോറിലാണുള്ളത് കേട്ടോ. താഴെ മൊബൈൽസ് മാത്രമേ ഉള്ളൂ. പിന്നെ എടുത്ത് പറയാമെന്ന് വെച്ചാൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഫാന്, ഗ്യാസ് സ്റ്റവ് എല്ലാം നമ്മൾ കണ്ടാൽ നമുക്ക് എടുത്ത് വാരി കൊണ്ടും കൊണ്ട് പോരാൻ തോന്നും. കാരണം അത്ര നല്ല കളക്ഷൻസ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ, അതാണ് നമ്മളവിടെ ബജാജ് ഫിനാൻസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്ന ആൾ കേട്ടോ. അല്ല നമ്മളെ ലല്ലുട്ടൻ്റെ അമ്മമ്മൻ്റെ ചെറിയൊരു റിലേഷൻ ആട്ടോ. കുഞ്ഞാറ്റ TV എടുക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. ഓളെ വീട്ടിൽ TV കേടായിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇങ്ങനെ ഓളമ്മനോട് പറയാണ് അതെടുക്കാന്നൊക്കെ പറഞ്ഞിരിക്കണം. ഓളെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടല്ലോ, അപ്പോൾ അതിന് മാറ്റിക്കുക അല്ലെങ്കിൽ പുതിയത് വാങ്ങാമെന്നുള്ളൊരു ഇതിലെത്തിയിട്ടുണ്ട്.
ലല്ലുവിനെ പിന്നെ പറയണ്ട. ലല്ലുവിനെ എവിടെ ഒരു ബൈക്ക് കൊണ്ടായാലും പിടിച്ചാൽ കിട്ടൂല കേട്ടോ. ഇപ്പോൾ അതായത് ഇവിടെ ഒരു കസേര കണ്ടിട്ടുണ്ട്, അയിമം കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അന്തുട്ടിനുണ്ട്, ലല്ലുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും ഫാമിലി ഫുൾ പോകുന്നതാണ്. ഒരു പിടിച്ചെടുക്കാനാണ് എല്ലാവരും കൂടെ പോന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഓണായതുകൊണ്ട് തന്നെ നമ്മൾ മൈജിയിൽ നമുക്ക് കുറേ സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്ക്രാച്ച് കാർഡാണ് ആനന്ദൂട്ടൻ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായിരിക്കും സമ്മാനം എന്നറിയുള്ള ആകാംക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, TV ഉണ്ട്, പിന്നെ മ്യൂസിക് ബോക്സ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. അതിലേതാന്ന് പിന്നെയൊക്കെ നമുക്ക് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളാണ്, അതാണ് മെയിൻ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അവനോട് കഴിയണം പോലെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും നോക്കി നിൽക്കുക, ഫ്രിഡ്ജ് അടിക്കുമോ, വാഷിംഗ് മെഷീൻ അടിക്കുമോ, TV അടിക്കുമോ, അങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ അടിച്ചത് മക്കളെ എല്ലാം തെറ്റി. സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ട്രോളി ബാഗാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ആ വലിയ ട്രോളി ഉണ്ടല്ലോ കൊണ്ട് നടക്കുന്നത്, അതൊക്കെ ആയിരിക്കും കിട്ടുക ഗൾഫിക്കൊക്കെ കൊണ്ടുപോകുമ്പോഴുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് ഈ സാധാ ബാഗാണ് കേട്ടോ. പക്ഷേ ആ സാധാ ബാഗിൽ ബാക്കിൽ ട്രോളി ഉണ്ട് കേട്ടോ. ട്രോളി നമുക്കിങ്ങനെ ട്രോളി പോലെ നീക്കിക്കൊണ്ട് പോകുന്ന ഒരു സംഭവമാണ് ആ ബാഗ്. അങ്ങനെ കുഞ്ഞാറ്റിയാണ് കേട്ടോ ആ ബാഗൊക്കെ വാങ്ങിയിട്ടുള്ളത്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും നിൽക്കും. പിന്നെ ബാഗിന് പുച്ഛിക്കല്ല കേട്ടോ, ബാഗിന് അത്യാവശ്യം നല്ല വെള്ള ബാഗാട്ടോ. നമ്മളൊന്നും അത്രയും പൈസ കൊടുത്തിട്ടൊന്നും ആ ബാഗൊന്നും വാങ്ങൂല കേട്ടോ. ഇപ്പോൾ ട്രോളി ബാഗൊക്കെ വാങ്ങി നമ്മളിതാ തിരിച്ചു പോരുകയാണ്. കല്ലൂട്ടനാണെങ്കിൽ വിശന്നിട്ട് കച്ചറ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, എന്നെ കടിക്കുന്ന വരെ ഉണ്ടവൻ. രാവിലെ കഞ്ഞി കുടിച്ച് പോയതാണ് കേട്ടോ. എന്നാലും ആ സമയത്ത് കുടിക്കാൻ പറഞ്ഞാൽ അവൻ കുടിക്കില്ല. പിന്നെ അവന് വിശന്നാൽ പിന്നെ അവൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് തിന്നാൻ, പുറത്തിറങ്ങിയാലും അവന് തിന്നാൻ കിട്ടണം. തിന്നാൻ പറയാം. എന്താ തിന്നാൻ പറയണമെന്ന് വെച്ചാൽ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് കേട്ടോ. അങ്ങനെ അതേ നമ്മൾ എടശ്ശേരി കടവെത്തി നമ്മളെ സഫാ ബേക്കറി കയറി. പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ചായ കുടിക്കാം. വീട്ടിൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. ഇത് നമ്മൾ എടശ്ശേരി കടവുള്ള കടയാണ് കേട്ടോ. ഇത് ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയാം. അത് നമ്മളെ സ്വന്തം കടയാണ് കേട്ടോ. ഇത് നമ്മൾ വൈകുന്നേര ചായ, സ്നാക്സ്, അങ്ങനെയെല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഒരു ഈ കട വന്നുകൊണ്ട് നമുക്ക് ഭയങ്കര ഉപകാരമാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇടവണ്ണപ്പാറ, അരീക്കോട് ഒക്കെ പോകണമായിരുന്നു. അപ്പോൾ അതേ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.